രണ്ട് മെത്തേഡ് എന്ന് പറയുന്നത് ടോർഷൻ പെൻഡുലും സ്റ്റാറ്റിക് ടോർഷനും ആണെന്ന് പറഞ്ഞു. അപ്പം ഒരു സിലിണ്ടറിക്കൽ റോഡ് അതിനെ ഒരു എൻഡിൽ നമ്മൾ ഫിക്സ് ചെയ്തിട്ട് വേറെ അതിൻ്റെ ഫ്രീ എൻഡിൽ അതിൻ്റെ ലെങ്തിന് പെർപെൻഡിക്കുലർ ആയിട്ട് ഒരു കപ്പിൾ ഒരു ഫോഴ്സ് കൊടുക്കുവാണെങ്കിൽ അതിൻ്റെ ക്രോസ് സെക്ഷൻ ആ റോഡിൻ്റെ ക്രോസ് സെക്ഷൻ ഒരു തീറ്റ ആംഗിളിൽ ട്വിസ്റ്റ് ചെയ്തെന്ന് നമുക്ക് പറയാം. അപ്പൊ ആ ആംഗിളിനെ വിളിക്കുന്ന പേരാണ് ആംഗിൾ ഓഫ് ട്വിസ്റ്റ്. അപ്പൊ അങ്ങനെ നമ്മൾ ട്വിസ്റ്റ് ചെയ്യുന്ന ഉടനെ അതിന്റെ ലോഞ്ചിറ്റ്യൂഡിനൽ ലെങ്ത് ഞാൻ സ്ക്രീൻ ഒന്ന് ഷെയർ ചെയ്യാണ്. കാണാമോ? നോക്കിക്കേ, ഈ ഡയഗ്രം എടുക്കുവാണെങ്കിൽ ആംഗിൾ ഓഫ് ട്വിസ്റ്റ് എന്ന് പറയുന്നത് തീറ്റയാണ്. ഈ സിലിണ്ടറിക്കൽ വയറിന്റെ ക്രോസ് സെക്ഷൻ എന്ന് പറയുന്നത് സർക്കിളാണ്. ആ സർക്കിള് നമ്മൾ ട്വിസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ താഴെ പിടിച്ച് എയിൽ നിന്ന് എ ഡാഷിലോട്ട് വലിക്കുക. ആ ആംഗിളിനെ വിളിക്കുന്ന പേരാണ് തീറ്റ. അപ്പൊ അങ്ങനെ ട്വിസ്റ്റ് ചെയ്യുന്നുടനെ ഇതിന്റെ ലോഞ്ചിറ്റ്യൂഡിനൽ ലെങ്ത്, ഇപ്പൊ നമുക്ക് ഇതിനെ ഈ കേസിൽ നമുക്ക് എ ബി എന്ന് വിളിക്കാം. ആ എ ബി എന്നുള്ളത് ഇറ്റ് ഓൾസോ അണ്ടർഗോ എ റൊട്ടേഷൻ ത്രൂ ആൻ ആംഗിൾ ഫൈ. ഈ ഫൈയെ വിളിക്കുന്ന പേരാണ് ഷിയറിംഗ് സ്ട്രെയിൻ, അല്ലെ എന്നാ വിളിക്കണേ? ആംഗിൾ ഓഫ് ഷിയർ. ആംഗിൾ ഓഫ് ഷിയർ ആണ് ഷിയറിംഗ് സ്ട്രെയിൻ എന്ന് പറയുന്നത്. അപ്പം ഇവിടെ നമുക്കറിയാം തീറ്റ ആംഗിൾ ട്വിസ്റ്റ് ചെയ്യുന്ന ഉടനെ ഇറ്റ് വിൽ അണ്ടർഗോ എ ഡിഫോർമേഷൻ. The longitudinal length will undergo a deformation to A dash B through an angle phi in the longitudinal direction. അതിനെയാണ് ആംഗിൾ ഓഫ് ഷിയർ എന്ന് വിളിക്കുന്നത്, അല്ലെങ്കിൽ ഷിയറിംഗ് സ്ട്രെയിൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിനകത്തു നിന്ന് റിജിഡിറ്റി മോഡുലസ് കണ്ടുപിടിക്കാം. നമ്മൾ ഇഫ് യു ആർ ട്വിസ്റ്റിംഗ് ദ cylindrical wire through an angle theta, a restoring couple will develop in the reverse direction. അല്ലേ? ഇലാസ്റ്റിസിറ്റി കാരണം നമുക്കറിയാം ടോർഷൻ പെൻഡിൽ നമ്മൾ ചെയ്യുന്ന സമയത്ത് അതിന്റെ ഡിസ്ക് പിടിച്ച് നമ്മളിങ്ങനെ ട്വിസ്റ്റ് ചെയ്യും, തീറ്റ ആംഗിൾ ട്വിസ്റ്റ് ചെയ്യുന്നുടനെ അത് റിസ്റ്റോർ ചെയ്ത് തിരിച്ച് ഇക്വിലിബ്രിയം പൊസിഷനിൽ എത്തും. പിന്നെ കുറച്ച് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ പോകും, പിന്നെ ഇക്വിലിബ്രിയം പൊസിഷനിൽ വരും. അങ്ങനെ ഇത് ഓസിലേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും നമുക്കറിയാം. അപ്പം ദർ ഇസ് എ റിസ്റ്റോറിംഗ് ഫോഴ്സ് ഇൻ എ ഡയറക്ഷൻ ഓപ്പോസിറ്റ് ടു ദാറ്റ് ഓഫ് ദ എക്സ്റ്റേണൽ കപ്പിളിംഗ്. ഇപ്പൊ സിസ്റ്റം ഇക്വിലിബ്രിയം ആവുന്ന ഉടനെ ഈ റിസ്റ്റോറിംഗ് കപ്പിളും അതുപോലെ എക്സ്റ്റേണൽ കപ്പിളും ഈക്വൽ ആണെന്ന്, ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആണെന്ന് പറയാൻ പറ്റും. നമുക്ക് എഴുതാം. In equilibrium, you can write restoring couple is equal to, restoring couple is also called torsional couple. കേട്ടോ, torsional couple എന്ന് നമുക്ക് വിളിക്കാം. Torsional couple is equal to external couple. എക്സ്റ്റേണൽ കപ്പിൾ നമുക്ക് പല രീതിയിൽ കൊടുക്കാം. വെയിറ്റ് ഇട്ട് കൊടുക്കാം, നമ്മളെ കൈ കൊണ്ട് റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കാം. അത് പല രീതിയിലാണ് നമ്മൾ കൊടുക്കുന്നത്. ഇത് നമ്മൾ ടോർഷൻ പെൻഡുലം പഠിക്കുന്നതുകൊണ്ട് നമ്മൾ ഡിസ്കിനെ ട്വിസ്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ ആ ടോർക്ക് കൊടുക്കുന്നത്. ആ സമയം സ്റ്റാറ്റിക് ടോർഷൻ പഠിക്കുന്നതുകൊണ്ട് നമുക്ക് മനസ്സിലാവും അതൊരു വീലിന്റെ റിമ്മൽ ഒരു നൂല് കെട്ടി ആ നൂലിന്റെ അറ്റത്ത് വെയിറ്റ് കൊടുക്കുക. ക്ലോക്ക് വൈസ് ഡയറക്ഷനിലും ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലും വെയിറ്റ് ഇട്ടിട്ടാണ് നമ്മൾ ആ കപ്പിള് കൊടുക്കുന്നത്. അപ്പൊ എക്സ്റ്റേണൽ ആയിട്ട് കപ്പിള് കൊടുക്കുന്നതിനനുസരിച്ച് ഈ വയറിന് തിരിച്ച് അതിന്റെ ഒറിജിനൽ പൊസിഷനിലേക്ക് പോകാനുള്ള ഒരു
tendency കാണിക്കും. That is due to elasticity. But in equilibrium, the torsional couple or the restoring couple will be equal or balance the external couple. Torsional couple balance the external couple. So ഇവിടെ നമ്മൾ we are considering a cylinder of length L, okay, and having a radius small r radius ഉള്ള ലെങ്ത് L ഉള്ള ഒരു സിലിണ്ടറിക്കൽ റോഡ് നമ്മൾ കൺസിഡർ ചെയ്യാണ്. അതിൻ്റെ ഒരറ്റം ക്ലാമ്പ് ചെയ്താണ് എടുക്കുക. അതർ എൻഡ് ഇസ് ഫ്രീ എൻഡ് ആണ്. ദാറ്റ് ഈസ് ട്വിസ്റ്റഡ് ത്രൂ ആൻ ആംഗിൾ തീറ്റ എന്നെടുക്കുക. അപ്പം നേരത്തെ പറഞ്ഞ പോലെ തീറ്റ ട്വിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഫൈ അതിൻ്റെ ലോഞ്ചിറ്റ്യൂഡിനൽ ലെങ്ത് എ ബിയിൽ നിന്നും A' ബിയിലോട്ട് മാറും. അപ്പം ദാറ്റ് വിൽ അണ്ടർഗോ ആൻ ആംഗിൾ phi, that is called shearing strain or angle of shear എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. ഇനി നമുക്ക് അറിയാം ഒരു സർക്കിളിന്റെ ആർക്കാണ് A ഡാഷ് എന്ന് പറയുന്നത്. ഈ രണ്ട് സർക്കിളിന്റെ ഈ വലിയൊരു സർക്കിളിന്റെ ആർക്ക് ആയിട്ട് നമുക്ക് ഇതിനെ എടുക്കാം. അതുപോലെ ഈ ഏരിയ ഓഫ് ക്രോസ് സെക്ഷന്റെ സർക്കിളിന്റെ ആർക്കായിട്ടും നമുക്ക് എടുക്കാം. അപ്പൊ എ ഡാഷിനെ എങ്ങനെ എഴുതാം? രണ്ട് രീതിയിൽ നമുക്ക് എ ഡാഷിനെ റെപ്രസെന്റ് ചെയ്യാം. ഒന്നെന്ന് പറയുന്നത് ഈ സ്മോൾ ആർ ഇൻറ്റു തീറ്റ. താഴത്തെ സർക്കിളിന്റെ ആർക്കായിട്ട് എ ഡാഷിനെ എടുക്കുവാണെങ്കിൽ റേഡിയസ് ഓഫ് ദ സർക്കിൾ ഇൻറ്റു ദ ആംഗിൾ മെയ്ഡ് ബൈ ദ ആർക്ക് സസ്പെൻഡഡ് ബൈ ദ ആർക്കായിട്ട് നമുക്ക് എടുക്കാം. അപ്പൊ നമുക്ക് എ ഡാഷിന് ആർ തീറ്റ എന്ന് കൊടുക്കാം. Let it be equation number 1. So നമ്മൾ ഈ സർക്കിളിനെ ഇങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് എടുക്കുവാണെങ്കിൽ അത് ഒരു ആർക്ക് ലെങ്ത്, അതിന്റെ ഒരു സൈഡ് എന്ന് പറയുന്നത് അവിടെ നമുക്കറിയാം L ആണെന്ന് അറിയാം അല്ലേ? സിലിണ്ടറിന്റെ ലെങ്ത് L ആണ്. ഈ അതുണ്ടാക്കുന്ന ആംഗിൾ എന്ന് പറയുന്നത് ഫൈ ആണെന്ന് പറയും. അപ്പൊ നമുക്ക് എ ഡാഷിനെ in terms of L and phi we can write as A dash is equal to L into phi. Okay. അപ്പൊ നമുക്ക് രണ്ട് സർക്കിളിന്റെ ആർക്കായിട്ട് ഇത് കിട്ടും. അപ്പോൾ റേഡിയസ് ഇൻറ്റു ആംഗിൾ അതാണ് ആർക്ക് ലെങ്ത്തിന്റെ ഫോർമുല. അത് വെച്ചിട്ട് എ ഡാഷിന് രണ്ട് ഫോർമുല നമുക്ക് കിട്ടി. എനിക്കൊന്ന് ആരും കയറാനുണ്ടെന്ന് തോന്നുന്നു, അവരൊന്ന് അഡ്മിറ്റ് ചെയ്തോട്ടെ. കാണാമോ? ഹലോ, കാണാമോ സർ? ഓക്കെ. ഇനി ഇതിനകത്തുനിന്ന് നമുക്ക് പൈയുടെ എക്സ്പ്രഷൻ കണ്ടുപിടിക്കാം. ഇത് രണ്ടും നോക്കിക്കേ, രണ്ട് എ ഡാഷിന്റെ ഇക്വേഷൻ ആയതുകൊണ്ട് ഇത് രണ്ടും കൂടെ ഇക്വേഷൻ 1ഉം ഇക്വേഷൻ 2ഉം കൂടെ കമ്പയർ ചെയ്യുവാണെങ്കിൽ നമുക്ക് എഴുതാം ആർ തീറ്റ ഇസ് ഈക്വൽ ടു എൽ ഫൈ, ഓർ ഫൈ എന്ന് പറയുന്നത് ആർ തീറ്റ ഡിവൈഡഡ് ബൈ എൽ എന്ന് എഴുതാം. So this is equation number 3. Okay. അപ്പോൾ നമുക്ക് shearing strainന്റെ ഫോർമുല കിട്ടി. Shearing strain phi is equal to r theta by L എന്ന് കിട്ടി. ഇനി നമുക്ക് റിജിഡിറ്റി മോഡുലസിന്റെ ഇക്വേഷൻ അറിയാം. റിജിഡിറ്റി എന്നത് എന്താണ്? ഷിയറിംഗ് സ്ട്രെസ് ബൈ ഷിയറിംഗ് സ്ട്രെയിൻ ആണ്. ഷിയറിംഗ് സ്ട്രെസ് ബൈ ഷിയറിംഗ് സ്ട്രെയിനെയാണ് നമ്മൾ റിജിഡിറ്റി മോഡുലസ് എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ ഫോർമുലയ്ക്കകത്തുനിന്ന് നമുക്ക് ഷിയറിംഗ് സ്ട്രെസ്സിനുള്ള ഒരു എക്സ്പ്രഷൻ എഴുതാം. ഷിയറിംഗ് സ്ട്രെസ് എന്ന് പറയുന്നത് ഷിയറിംഗ് സ്ട്രെസ് ഇസ് ഈക്വൽ ടു എന്തെഴുതാം? റിജിഡിറ്റി മോഡുലസ് ഇൻറ്റു ഷിയറിംഗ് സ്ട്രെയിൻ ആണെന്ന് എഴുതാം.
ഇപ്പൊ നമുക്ക് ഷിയറിംഗ് സ്ട്രെയിന്റെ ഫോർമുല ഇക്വേഷൻ നമ്പർ 3 നിന്ന് കിട്ടിയിട്ടുണ്ട്. അത് നമുക്ക് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. So substituting equation number 3 in this equation, we are getting eta r theta by L. അതാണ് ഷിയറിംഗ് സ്ട്രെസ്സിന് കിട്ടുന്ന എക്സ്പ്രഷൻ. മനസ്സിലായോ? അപ്പൊ ഈ ഒരു ഫോർമുലയ്ക്കകത്തുനിന്ന് അത് കിട്ടുന്നത് ഈ ഈറ്റ എന്നാണ് ഈ ഇതിനെ വിളിക്കുന്നത് കേട്ടോ. ഈ റിജിഡിറ്റി മോഡുലസിനെ റെപ്രസെന്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന സിമ്പിളിനെ ഈറ്റ എന്നാണ് വിളിക്കുന്നത്. അപ്പൊ ഈറ്റ ആർ തീറ്റ ഡിവൈഡഡ് ബൈ എൽ ആയിട്ട് നമുക്ക് ഷിയറിംഗ് സ്ട്രെസ് കിട്ടും. ഓക്കെ, അപ്പൊ ഇത് മുഴുവൻ സിലിണ്ടറിന്റെയും കൂടെ കേസാണ് നമ്മൾ പറഞ്ഞത്. അപ്പൊ ഇതിനെ സ്പ്ലിറ്റ് ചെയ്ത് പഠിക്കാൻ, അല്ലെങ്കിൽ ഇതിനൊന്ന് കാര്യമായിട്ട് പഠിക്കാൻ വേണ്ടി നമുക്ക് ഈ സിലിണ്ടറിനെ സിലിണ്ടറിക്കൽ ലേയേഴ്സ് ആയിട്ട് നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് എടുക്കാം. അപ്പൊ നമുക്ക് ഇതിനകത്ത് ഓരോ കൊയാക്സിയൽ ആയിട്ടുള്ള സിലിണ്ടറിക്കൽ ലേയേഴ്സ് ഇതിലുണ്ടെന്ന് നമുക്ക് കൺസിഡർ ചെയ്യാം. അപ്പൊ അതിന്റെ ക്രോസ് സെക്ഷൻ എടുക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ വരയ്ക്കാം. ഇതിന്റെ ക്രോസ് സെക്ഷൻ ആണ്, ഈ സിലിണ്ടറിന്റെ ക്രോസ് സെക്ഷൻ എടുത്താൽ ഇത് ഒത്തിരി ലേയേഴ്സ് ഉണ്ട്. അല്ലെ ഒരു പർട്ടിക്കുലർ ലെയർ which is at distance x from the center of the സർക്കിളിൽ നിന്ന് ഏരിയ ഓഫ് ക്രോസ് സെക്ഷന്റെ സെന്ററിൽ നിന്ന് എക്സ് ഡിസ്റ്റൻസ് അല്ലെങ്കിൽ സിലിണ്ടറിന്റെ ആക്സിസിൽ നിന്ന് എക്സ് ഡിസ്റ്റൻസ് അകലെയുള്ള ഒരു സിലിണ്ടറിക്കൽ ലെയർ നമ്മൾ കൺസിഡർ ചെയ്യാണ്. അതിന്റെ റേഡിയസ് എന്ന് പറയുന്നത് എക്സും അതിന്റെ തിക്നെസ് എന്ന് പറയുന്നത് dx ആയിട്ട് നമുക്ക് എടുക്കാം. അത് എ ഡാഷ് ഒക്കെ ഇവിടെ റെപ്രസെന്റ് ചെയ്തു. അതിന്റെ മുഴുവൻ റേഡിയസ് നമുക്കറിയാം 6 ആണ്. ആ മുഴുവൻ റേഡിയസ് 6 ഉള്ള സർക്കിളിനകത്തെ 2 സർക്കിൾ, അതിനിടയിലുള്ള ആനുലർ റീജിയൻ ആണ് നമ്മളിപ്പം കൺസിഡർ ചെയ്തേക്കുന്നത്. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സിലിണ്ടറിക്കൽ ലെയർ ആണ് നമ്മൾ എടുത്തേക്കുന്നത്. ഓക്കെ, അപ്പം അങ്ങനെയാണെങ്കിൽ ആ ഒരു സിലിണ്ടറിക്കൽ ലെയറിൽ ഉള്ള ഷിയറിംഗ് സ്ട്രെസ് എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ എഴുതാം? ഷിയറിംഗ് സ്ട്രെസ് ഫോർ എ സിലിണ്ടറിക്കൽ ലെയർ placed at a distance x from the axis നിന്നും x ഡിസ്റ്റൻസ് അകലെയുള്ള ലെയർ. അപ്പൊ അതിന്റെ ഷിയറിംഗ് സ്ട്രെസ് എന്ന് പറയുന്നത് ഈ ആറിന് പോലും നമുക്ക് എന്നാ കൊടുക്കാം? എക്സ് എന്ന് വേണം കൊടുക്കാൻ. അപ്പൊ ഈറ്റ എക്സ് തീറ്റ ബൈ എൽ എന്ന് കൊടുക്കാം. സോ ദിസ് ഇസ് ഇക്വേഷൻ നമ്പർ 5 ആൻഡ് ദിസ് ഇസ് ഇക്വേഷൻ നമ്പർ 6. ക്ലിയർ? ഇത്രയും മനസ്സിലായോ? മനസ്സിലായോ സർ? ഓക്കെ, അപ്പൊ ഇനി മുതൽ നമ്മൾ എടുക്കുന്ന ആ സിലിണ്ടറിക്കൽ ലെയറിന്റെ കേസസ് ആണ് എടുക്കുന്നത്. അപ്പം ആ ഒരു സിലിണ്ടറിക്കൽ ലെയറിന് കിട്ടുന്ന ഷിയറിംഗ് സ്ട്രെസ് നമുക്ക് കിട്ടി. ഇനി നമുക്ക് അറിയേണ്ട കാര്യം, അതിന് ഷിയറിംഗ് സ്ട്രെയിന് വ്യത്യാസമൊന്നുമില്ല. കാരണം ആ ലെയറിലും തീറ്റ ആംഗിൾ ആണ് ട്വിസ്റ്റ് ചെയ്തേക്കുന്നത്. അപ്പൊ അതിനൊന്നും വ്യത്യാസമില്ല, അതിന്റെ ലെങ്തിനും വ്യത്യാസമില്ല, അതിന്റെ മെറ്റീരിയലിന്റെ റിജിഡിറ്റി മോഡുലസിനും വ്യത്യാസമില്ല. ഓക്കെ, ഇനി നമുക്ക് കൺസിഡർ ചെയ്യേണ്ടത് ഷിയറിംഗ് സ്ട്രെസ്സിന്റെ ബേസിക് ഫോർമുലയാണ്. ഷിയറിംഗ് സ്ട്രെസ് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ സ്ട്രെസ് എന്ന് പറഞ്ഞാൽ നമുക്ക് പറയാം ഇസ് ഈക്വൽ ടു ഷിയറിംഗ് ഫോഴ്സ് ബൈ ഏരിയ. ഫോഴ്സ് ബൈ ഏരിയ ആണെന്ന് നമുക്ക് അറിയാം. ഷിയറിംഗ് ആയതുകൊണ്ട് തന്നെ ഷിയറിംഗ് ഫോഴ്സ് ബൈ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ, ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. നോക്കിക്കേ, ഇവിടുത്തെ നമ്മൾ ഈ ക്രോസ് സെക്ഷൻ എന്ന് പറയുന്നത് ഈ ഒരു ആനുലർ റീജിയൻ ആണ് എൻ്റെ ക്രോസ് സെക്ഷൻ എന്ന് പറയുന്നത്. ഇതിനെ നമുക്ക് മുറിച്ച് ഇങ്ങനെ ഒരു റെക്ടാങ്കിൾ ആയിട്ട് ഇങ്ങനെ, അല്ലെ, ഇതിനെ ഒന്ന് മുറിച്ചിട്ട് നമുക്ക് റെക്ടാങ്കിൾ ആയിട്ട് വെക്കാമല്ലോ, അല്ലേ? അപ്പൊ അങ്ങനെ റെക്ടാങ്കിൾ ആയിട്ട് വെക്കുവാണെങ്കിൽ നോക്കിക്കേ, അതിന്റെ ആ തിക്നെസ് എന്ന് പറയുന്നത് dx ആയിരിക്കും, സർക്കംഫറൻസ് ആയിരിക്കും അതിന്റെ ലെങ്ത് എന്ന് പറയുന്നത്. എക്സ് ആണ് അതിന്റെ റേഡിയസ്, സോ 2πx ആണ് അതിന്റെ ലെങ്ത്. അതുപോലെ dx ആണ് അതിന്റെ തിക്നെസ്. നമ്മൾ ഇതിനെ ഒന്ന് മുറിച്ചിട്ട് ഇതിനെ ഒന്ന് സ്ട്രെയിറ്റ് ആക്കി വെക്കുവാണെങ്കിൽ അതൊരു റെക്ടാങ്കിൾ ആയിട്ട് മാറും.
അതിനകത്തും നമുക്ക് അതിന്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ കണ്ടുപിടിക്കാം. ദാറ്റ് ഈസ് ഈക്വൽ ടു 2πx ഇൻറ്റു dx. അപ്പം നമുക്ക് എഴുതാം ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഓഫ് ദ ലെയർ, ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഓഫ് ലെയർ. അല്ലെങ്കിൽ നമുക്ക് എങ്ങനെയാ കണ്ടുപിടിക്കണ്ടേ? ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ എന്ന് പറഞ്ഞാൽ പൈ എക്സ് പ്ലസ് ഡി എക്സ് ദ ഹോൾ സ്ക്വയർ മൈനസ് പൈ എക്സ് സ്ക്വയർ അല്ലേ? രണ്ട് സർക്കിളിന്റെ ഇടയിലുള്ള റീജിയൻ ആണ് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു സർക്കിളിൽ നിന്ന് ഔട്ടർ സർക്കിളിന്റെ റേഡിയസ് എന്ന് പറയുന്നത് എക്സ് പ്ലസ് ഡി എക്സ് ആണ്. ഇന്നർ സർക്കിളിന്റെ റേഡിയസ് എന്ന് പറയുന്നത് എക്സ് ആണ്. അപ്പോൾ പൈ ആർ സ്ക്വയർ ആണ് സർക്കിളിന്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ. അപ്പോൾ ആ രണ്ട് സർക്കിളിന്റെയും കൂടെ ഇടയിലുള്ളതായതുകൊണ്ട് നമുക്ക് ഇങ്ങനെയും കൺസിഡർ ചെയ്യാം. ഇങ്ങനെ എടുക്കുവാണെങ്കിൽ എന്നാ കിട്ടും? പൈ ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് 2x dx പ്ലസ് ഡി എക്സ് സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ. അപ്പോൾ എക്സ് സ്ക്വയറും എക്സ് സ്ക്വയറും ക്യാൻസൽ ചെയ്യും. ഡി എക്സ് എന്ന് പറഞ്ഞാൽ വളരെ ചെറിയ തിക്നെസ് ആയതുകൊണ്ട് നമുക്കിതിനെ നെഗ്ലക്റ്റ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ഇതിനെ അപ്രോക്സിമേറ്റ്ലി 2πx ഇൻറ്റു ഡി എക്സ് എന്ന് എടുക്കാം. ഈ ഒരു രീതിയിൽ നമുക്കിതിനെ കാണാം. അപ്പോൾ ഇവിടെ ഡി എക്സ് സ്ക്വയർ എന്ന് പറയുന്നത് ഡി എക്സ് വളരെ തിക്നെസ് വളരെ കുറവായതുകൊണ്ട് നമുക്കതിനെ നെഗ്ലക്റ്റ് ചെയ്യാം. അതിൻ്റെ റേഡിയസിനെ കമ്പയർ ചെയ്ത് ഈ ഡി എക്സ് വളരെ സ്മോൾ ആയതുകൊണ്ട് നെഗ്ലക്റ്റ് ചെയ്യുവാണെങ്കിൽ അങ്ങനെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ കണ്ടുപിടിക്കാം. അപ്പോൾ ഒരു രണ്ട് സർക്കിളിന്റെ ഇടയിലുള്ള ഏരിയ കണ്ടുപിടിക്കണമെങ്കിൽ ഔട്ടർ സർക്കിളിന്റെ ഏരിയ മൈനസ് ഇന്നർ സർക്കിളിന്റെ ഏരിയ, അങ്ങനെയാണ് നമ്മൾ പഠിച്ചേക്കുന്നത്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് ഏരിയ കണ്ടുപിടിക്കാം. അപ്പോൾ ഇവിടെ ഏരിയ എന്ന് പറയുന്നത് 2πx ഇൻറ്റു ഡി എക്സ് ആണെന്ന് കിട്ടും. ഓക്കെ, so this is equation number 7 and this is equation number 8. So നമുക്ക് 8 എന്ന് പറയുന്നത് 7ലോട്ട് ഇട്ട് കൊടുത്ത് അതിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്യുമ്പം നമുക്ക് ഷിയറിംഗ് ഫോഴ്സിനുള്ള എക്സ്പ്രഷൻ കിട്ടും. ഷിയറിംഗ് ഫോഴ്സ് ഇസ് ഈക്വൽ ടു ഷിയറിംഗ് സ്ട്രെസ് ഇൻറ്റു ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ. അപ്പം നമുക്ക് ഇവിടെ ഷിയറിംഗ് സ്ട്രെസ് ഓൾറെഡി നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. ഇറ്റ് ഈസ് ഈക്വൽ ടു ഈറ്റ എക്സ് തീറ്റ ബൈ എൽ ഫ്രം ഇക്വേഷൻ നമ്പർ 6. സോ വി ക്യാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ഇറ്റ് ഹിയർ. സോ ഈറ്റ എക്സ് തീറ്റ ബൈ എൽ ഇൻറ്റു ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ എന്ന് പറയുന്നത് 2πx dx ആണ്. സോ ദിസ് ഈസ് ഇക്വേഷൻ നമ്പർ 9. ഇത്രയും വരെ കിട്ടിയോ? ഏതെങ്കിലും സ്റ്റെപ്പിന് ഡൗട്ട് ഉണ്ടോ? ഇല്ല മിസ്. ഇതിന് 9 കൊടുക്കുന്നതിന് മുമ്പ് ഇതിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്തിട്ട് 9 ഒന്ന് കൊടുക്കാവേ. ഇവിടെ 2x ഉണ്ട്, അതിനെ എക്സ് സ്ക്വയർ ആയിട്ട് നമുക്ക് എഴുതാം. അപ്പൊ 2π വെളിയിലോട്ട് എടുത്തു. 2π ഈറ്റ ഉണ്ട്, പിന്നെ ഒരു തീറ്റ ഉണ്ട്, പിന്നെ ഇവിടെ ഡിവൈഡഡ് ബൈ എൽ ഉണ്ട്. എക്സ് ഇൻറ്റു എക്സ് ചേർത്ത് എക്സ് സ്ക്വയർ ഡി എക്സ്. പിന്നെ ഇക്വേഷൻ നമ്പർ 9 ഇവിടെ വൃത്തിയായിട്ട് എഴുതി. ഷിയറിംഗ് ഫോഴ്സ് നമുക്ക് കിട്ടി. ഷിയറിംഗ് ഫോഴ്സ് ഇസ് ഈക്വൽ ടു 2π ഈറ്റ തീറ്റ ബൈ എൽ ഇൻറ്റു എക്സ് സ്ക്വയർ ഡി എക്സ് ആണെന്ന് കിട്ടി. ഇതാണ് ഷിയറിംഗ് ഫോഴ്സ്. ഇപ്പൊ ഷിയറിംഗ് ഫോഴ്സ് നമുക്ക് അറിയാമെങ്കിൽ ഈ ഷിയറിംഗ് ഫോഴ്സ് എക്സ്റ്റേണൽ കപ്പിളും കൂടെ ചേർന്നാണ് എന്നാ ഉണ്ടാവുന്നത്? ടോർക്ക് ഉണ്ടാവുന്നത്. അപ്പൊ ടോർക്ക് അല്ലെങ്കിൽ മൊമെന്റ് ഓഫ് ദിസ് ഫോഴ്സ്, മൊമെന്റ് ഓഫ് ദിസ് ഫോഴ്സ് എന്ന് പറയുന്നത് വൺ ഓഫ് ദ ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എബൌട്ട് ദ ആക്സിസ് ഓഫ് സിലിണ്ടർ. ഓക്കെ, അപ്പം ആക്സിസ് ഓഫ് സിലിണ്ടറിൽ ഉള്ള ടോർക്ക് അല്ലെങ്കിൽ മൊമെന്റ്, moment of this force about the axis of cylinder എന്ന് പറയുന്നത് വൺ ഓഫ് ദ ഫോഴ്സ്. അതാണ് നമ്മൾ മുമ്പ് കണ്ടുപിടിച്ച ഷിയറിംഗ് ഫോഴ്സ്. ഷിയറിംഗ് ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇവിടെ ആ ലെയറും
ആക്സിസും തമ്മിലുള്ള ഡിസ്റ്റൻസ് അത് ആവറേജ് ഡിസ്റ്റൻസ് ആയിട്ട് എക്സ് ആയിട്ട് എടുക്കാം അല്ലേ. അപ്പൊ നമുക്ക് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഷിയറിംഗ് ഫോഴ്സ് എന്ന് പറയുന്നത് 2π ഈറ്റ തീറ്റ എക്സ് സ്ക്വയർ dx ഡിവൈഡഡ് ബൈ എൽ ഇൻറ്റു എക്സ് ആണ്. ഓക്കെ, അപ്പൊ ഇതിനെ മൾട്ടിപ്ലൈ ചെയ്താൽ എക്സ് സ്ക്വയർ ഇൻറ്റു എക്സ് എന്ന് പറയുന്നത് എക്സ് ക്യൂബ് ആയിട്ട് കിട്ടും. അപ്പോൾ ഇതിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്തെടുത്താൽ 2π ഈറ്റ തീറ്റ ബൈ എൽ എക്സ് ക്യൂബ് ഡി എക്സ് എന്ന് കിട്ടും. ഇതിനെ നമുക്ക് ഇക്വേഷൻ നമ്പർ 10 എന്ന് വിളിക്കാം. ഓക്കെ, അപ്പൊ ഇത് ആ ഒരു പെർട്ടിക്കുലർ സിലിണ്ടർ, മുമ്പ് നേരത്തെ പറഞ്ഞ ആ പെർട്ടിക്കുലർ സിലിണ്ടറിന്റെ മാത്രം കാര്യം ആണ് ഇവിടെ കൺസിഡർ ചെയ്തേക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ടോട്ടൽ ടോർക്ക് കണ്ടുപിടിക്കണം അല്ലെ. ടോർക്കാണ് നമ്മൾ കണ്ടുപിടിച്ചേക്കുന്നത്. ദ ടോട്ടൽ ടോർക്ക് ഓൺ ദ സിലിണ്ടർ. അപ്പൊ സിലിണ്ടർ നമ്മൾ സോളിഡ് സിലിണ്ടറും ആകാം ഹോളോ സിലിണ്ടറും ആകാം കേട്ടോ. രണ്ട് രീതിയിലുള്ള സിലിണ്ടർ നമുക്ക് കൺസിഡർ ചെയ്യാം. സോളിഡ് സിലിണ്ടർ എന്ന് പറഞ്ഞാൽ അതിന് ഒരു റേഡിയസേ കാണത്തുള്ളൂ, നിങ്ങൾക്ക് അറിയാം അല്ലേ. അതിന്റെ റേഡിയസ് 6 ആയിട്ട് പറയാം. ചില സമയത്ത് നമുക്ക് ഹോളോ സിലിണ്ടർ നമുക്ക് കൺസിഡർ ചെയ്യാം, ഒരു പൈപ്പ് പോലെ ഇരിക്കുന്നത്. അതിന് ഇന്നർ റേഡിയസും ഉണ്ട് ഔട്ടർ റേഡിയസും ഉണ്ട്. അപ്പൊ അതിന്റെ ഇന്നർ റേഡിയസിനെ R1 എന്ന് വിളിക്കാം, ഔട്ടർ റേഡിയസിനെ R2 എന്ന് വിളിക്കാം. അപ്പൊ ഈ രണ്ട് കേസ് നമ്മൾ ഇവിടെ കൺസിഡർ ചെയ്യണം. സോ വാട്ട് ഈസ് ദ ടോട്ടൽ ടോർക്ക്? Total torque on the cylinder. Okay, total torque or total moment of external couple for the entire cylinder. For the entire cylinder. അപ്പോൾ നമുക്ക് ആദ്യം സോളിഡ് സിലിണ്ടറിന്റെ കൺസിഡറേഷൻ എടുക്കാം. We are considering a solid cylinder of radius r. അപ്പോൾ അതിന്റെ എക്സിന്റെ വാല്യൂ ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്ത്, ഇത് ഒരു ലെയറിന്റെ മാത്രമാണ്. അപ്പൊ അതിനെ ഇന്റഗ്രേറ്റ് ചെയ്താൽ നമുക്ക് തന്നെ കിട്ടും, ടോട്ടൽ ടോർക്ക് കിട്ടും, അല്ലെങ്കിൽ ടോട്ടൽ മൊമെന്റ് ഓഫ് എക്സ്റ്റേണൽ കപ്പിൾ കിട്ടും അല്ലേ. അപ്പൊ ടോട്ടൽ മൊമെന്റ് ഓഫ് എക്സ്റ്റേണൽ കപ്പിൾ ഇസ് ഈക്വൽ ടു ഇന്റഗ്രൽ ആക്സിസിൽ അതിന്റെ റേഡിയസ് നമുക്ക് എക്സിന്റെ വാല്യൂ 0 ആയിട്ട് കൊടുക്കാം, സർഫസിൽ അതിന്റെ R ആയിട്ട് കൊടുക്കാം. അപ്പൊ ഇന്റഗ്രേറ്റ് ചെയ്യേണ്ട എവിടെ തൊട്ടാ? 0 തൊട്ട് R വരെ ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്താൽ നമുക്ക് ടോട്ടൽ ടോർക്ക് അല്ലെങ്കിൽ ടോട്ടൽ മൊമെന്റ് ഓഫ് എക്സ്റ്റേണൽ കപ്പിൾ കിട്ടും. അപ്പൊ നമുക്ക് 2π ഈറ്റ തീറ്റ ബൈ എൽ ഇൻറ്റു എക്സ് ക്യൂബ് ഇൻറ്റു ഡി എക്സ്. ഞാനിതിനെ ഇന്റഗ്രേറ്റ് ചെയ്യുക. ഇവിടെ നോക്കിക്കേ, 2π ഈറ്റ തീറ്റ എൽ ഇതെല്ലാം കോൺസ്റ്റൻസ് ആണ് കൺസിഡറിങ്. നമുക്ക് ഡി എക്സിന് വെച്ചിട്ടാണ് ഇന്റഗ്രേറ്റ് ചെയ്യേണ്ടത്. അപ്പം ബാക്കിയെല്ലാം കോൺസ്റ്റൻസ് ആണ്. അപ്പൊ നമുക്ക് അതിനെല്ലാം വെളിയിലോട്ട് എടുക്കാം. അപ്പം 2π ഈറ്റ തീറ്റ ബൈ എൽ ഇന്റഗ്രൽ 0 ടു R എക്സ് ക്യൂബ് ഡി എക്സ്. ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്താൽ എക്സ് റേസ് ടു എന്നിന്റെ ഇന്റഗ്രൽ എന്ന് പറഞ്ഞാൽ എക്സ് റേസ് ടു n പ്ലസ് 1 ബൈ n പ്ലസ് 1 ആണെന്നറിയാം. അപ്പൊ ഇവിടെ എക്സ് ക്യൂബ് ആയതുകൊണ്ട് അതിന്റെ ഇന്റഗ്രേറ്റ് ചെയ്താൽ നമുക്ക് എക്സ് റേസ് ടു 4 ബൈ 4 ആണെന്ന് കിട്ടും. അപ്പൊ അങ്ങനെ ചെയ്യാം. 2π ഈറ്റ തീറ്റ ഡിവൈഡഡ് ബൈ എൽ ഇൻറ്റു എക്സ് റേസ് ടു 4 ബൈ 4. ലിമിറ്റ്സ് ഇട്ട് കൊടുക്കാൻ പറയുമ്പോൾ എന്താണ്, ലോവർ ലിമിറ്റ് 0യും അപ്പർ ലിമിറ്റ് 6 ഇട്ട് കൊടുക്കണം അല്ലേ. അപ്പൊ നമുക്ക് ലിമിറ്റ് ഇട്ട് കൊടുക്കാം. 2π ഈറ്റ തീറ്റ ബൈ എൽ ഇൻറ്റു R റേസ് ടു 4 മൈനസ് 0 ഡിവൈഡഡ് ബൈ 4 ഉണ്ട്. അപ്പൊ അതിനെ ഇങ്ങോട്ട്. ഓക്കെ, അപ്പൊ ഈ 2ഉം 4ഉം കൂടെ നമുക്ക് കട്ട് ചെയ്യാം. താഴെ ഒരു 2 വരും. അപ്പൊ എന്നാ കിട്ടും? ടോട്ടൽ ടോർക്ക് ഇസ് ഈക്വൽ ടു എന്ന് എഴുതാം, പൈ ഈറ്റ തീറ്റ ബൈ 2L ഇൻറ്റു R റേസ് ടു 4 എന്ന് എടുക്കാം. ഓക്കെ, അപ്പം ഇതിനെ നമുക്ക്
സി ഇൻറ്റു തീറ്റ. നമ്മൾ അപ്ലൈ ചെയ്ത ട്വിസ്റ്റ് എന്ന് പറഞ്ഞാൽ തീറ്റയാണ് അല്ലേ? അപ്പൊ തീറ്റയുടെ ടേംസിൽ നമുക്ക് ആ ടോർക്ക് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ്, സി ഇൻറ്റു തീറ്റ, വേർ സി ഈസ് കപ്പിൾ പെർ ട്വിസ്റ്റ് എന്ന് പറയും. കപ്പിൾ പെർ യൂണിറ്റ് ട്വിസ്റ്റ്, കപ്പിൾ പെർ യൂണിറ്റ് ട്വിസ്റ്റ് എന്ന് പറയുന്നതാണ് അല്ലേ? യൂണിറ്റ് ട്വിസ്റ്റിനുള്ള ടോർക്കാണ് സി എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ ട്വിസ്റ്റ് എന്ന് പറയുന്നത് തീറ്റയാണ്. അപ്പൊ ടോട്ടൽ ടോർക്ക് എന്ന് പറയുന്നത് സി ഇൻറ്റു തീറ്റയാണ്. അത്രേ ഉള്ളൂ അതിനകത്തെ കാര്യം കേട്ടോ. അപ്പൊ ടോർക്കിനുള്ള വേറെ ഒരു എക്സ്പ്രഷൻ ആണ് എന്ത്? സി ഇൻറ്റു തീറ്റ. സി എന്ന് പറയുന്നത് കപ്പിൾ പെർ യൂണിറ്റ് ട്വിസ്റ്റ് ആണെന്ന് ഓർക്കുക. ഇവിടെ ടോട്ടൽ ട്വിസ്റ്റ് എന്ന് പറഞ്ഞാൽ തീറ്റ ആയതുകൊണ്ട് ടോർക്കിന് വേറെ ഒരു എക്സ്പ്രഷൻ എഴുതാം, സി ഇൻറ്റു തീറ്റ. ഓക്കെ, അപ്പൊ നമ്മുടെ ഇക്വേഷൻ നമ്പർ എവിടെ 10 ആയിരുന്നു. 10ൽ നിന്ന് നമുക്ക് ഇങ്ങോട്ട് പോകാം, 11ലോട്ട് പോകാം. ഓക്കെ, അപ്പൊ ഈ ഇക്വേഷനെ ഒന്ന് അറേഞ്ച് ചെയ്യുവാണെങ്കിൽ നോക്കിക്കേ, പൈ ഈറ്റ തീറ്റ r⁴ 2l ഡിവൈഡഡ് ബൈ 2l ഇസ് ഈക്വൽ ടു സി തീറ്റ. തീറ്റയും തീറ്റയും ക്യാൻസൽ ആയി പോകും. അതിനകത്ത് നിന്ന് റിജിഡിറ്റി മോഡുലസിനുള്ള എക്സ്പ്രഷൻ കിട്ടും. റിജിഡിറ്റി മോഡുലസ് ഈറ്റ ഇസ് ഈക്വൽ ടു എന്നാ കിട്ടും? ഈറ്റ ഇസ് ഈക്വൽ ടു പൈ r⁴ തീറ്റ ഡിവൈഡഡ് ബൈ ഈറ്റ ഇസ് ഈക്വൽ ടു ആരോ കയറാൻ ശ്രമിക്കുന്നു, ഞാനൊന്ന് കേട്ടിക്കോട്ടെ. തീറ്റ എന്ന് പറയുന്നത് തീറ്റയും തീറ്റയും ഇവിടെ ക്യാൻസൽ ചെയ്ത് പോവും, തീറ്റയും തീറ്റയും ക്യാൻസൽ ആയി പോവും. അപ്പം ഈറ്റ എന്ന് പറയുന്നത് നമുക്ക് 2cl ഡിവൈഡഡ് ബൈ പൈ r⁴ ആയിട്ട് കിട്ടും. അപ്പൊ ഇവിടെ ടോർക്കിന്റെ എക്സ്പ്രഷൻ കിട്ടി, അല്ലെങ്കിൽ കപ്പിൾ പെർ ട്വിസ്റ്റിന്റെ ഇക്വേഷൻ കിട്ടി. ദാറ്റ് സി ഇസ് ഈക്വൽ ടു പൈ ഈറ്റ r⁴ ബൈ 2l. ഓക്കെ, അപ്പൊ ഇനി അതിനകത്ത് നമുക്ക് ഈറ്റ കണ്ടുപിടിക്കാം. കുറച്ചുകൂടെ കാര്യങ്ങൾ നമുക്ക് കണ്ടുപിടിക്കാനുണ്ട്. അപ്പോൾ ഒരു സോളിഡ് സിലിണ്ടർ ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നെങ്കിൽ അതിൻ്റെ സിയുടെ വാല്യൂ കപ്പിൾ പെർ ട്വിസ്റ്റ്, കപ്പിൾ പെർ ട്വിസ്റ്റിനെ നമ്മൾ ടോർഷണൽ കോൺസ്റ്റന്റ് എന്ന് വിളിക്കും. റിജിഡിറ്റി മോഡുലസ് അല്ല, ടോർഷണൽ കോൺസ്റ്റന്റ് അല്ലെങ്കിൽ ടോർഷണൽ റിജിഡിറ്റി എന്നുള്ള പേരും വിളിക്കും കേട്ടോ. അപ്പം കപ്പിൾ പെർ ട്വിസ്റ്റ്, ടോർഷണൽ കോൺസ്റ്റന്റ്, അതുപോലെ ടോർഷണൽ റിജിഡിറ്റി ഓഫ് ദ മെറ്റീരിയൽ. ഓക്കെ, ഇപ്പൊ ടോർഷണൽ റിജിഡിറ്റി നമുക്ക് കിട്ടി. ഇതാണ് അതിന്റെ മെയിൻ ഇക്വേഷൻ. സി ഇസ് ഈക്വൽ ടു ഒന്നുകൂടെ എഴുതിയേക്കാം, പൈ ഈറ്റ r⁴ ഡിവൈഡഡ് ബൈ 2l. This is equation number 11. This is for the case of solid cylinder. Now we are considering a hollow cylinder. Okay, hollow cylinder of inner radius r1 and outer radius r2. Okay, so total torque is equal to ഇന്റഗ്രൽ 0 to r ആയിരുന്നു സോളിഡ് സിലിണ്ടറെങ്കിൽ, ഇവിടെ ഇപ്പം 0യിൽ മെറ്റീരിയൽ ഒന്നും ഇല്ല അല്ലേ. അപ്പം r1 to r2, ഇന്നർ റേഡിയസ് ടു ഔട്ടർ റേഡിയസിലുള്ള ടോട്ടൽ ടോർക്ക് എടുത്താൽ മതി. ഓക്കെ, അപ്പോൾ ഇന്റഗ്രൽ r1 to r2 ആ സിലിണ്ടറിക്കൽ ലെയറിന്റെ ടോർക്കാണ് എടുക്കേണ്ടത്.
എന്തായിരുന്നു ഇവിടെ കൊടുത്ത പോലെ 2π eta theta by L into x cube into dx. ഇക്വേഷൻ നമ്പർ 10 നിന്ന് എഴുതണം. ഫ്രം ഇക്വേഷൻ നമ്പർ 10 we can write the 2π eta by L theta x cube dx. Okay, so this is equation number 12. ഇനി നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്യാം. ഇപ്പൊ ഇന്റഗ്രേറ്റ് ചെയ്യുന്ന ഉടനെ എന്നാ കിട്ടും? 2π eta theta by L. മുമ്പത്തെ പോലെ x cube dxന്റെ ഇന്റഗ്രൽ എന്ന് പറഞ്ഞാൽ എന്നാ കിട്ടും? x raised to 4/4. അതിന്റെ ലിമിറ്റ്സ് ഇട്ട് കൊടുത്തു r1 to r2. ഇതിനെ ചെയ്യുന്ന നമുക്ക് 2π eta theta by L into ഈ 4നെ നമുക്ക് വെളിയിലോട്ട് കൊടുക്കാം. അപ്പൊ r2 സ്ക്വയർ r2 raised to 4 minus r1 raised to 4. ഓക്കെ, അപ്പൊ ഇവിടെ 2ഉം 4 ക്യാൻസൽ ചെയ്ത് 2 ആകും. അപ്പൊ ടോട്ടൽ ടോർക്ക് ടോ എന്ന് പറയുന്നത് എന്നായിട്ടും π eta theta by 2L into r2 raised to 4 minus r1 raised to 4. Okay, it is equal to c theta. മുമ്പത്തെ പോലെ തന്നെ ആംഗിൾ ഓഫ് ട്വിസ്റ്റ് തീറ്റ ആയതുകൊണ്ട് സി തീറ്റ എന്ന് പറയുന്നത് ആയിരിക്കും. ഇത് നമുക്ക് എഴുതാം. ഓക്കെ, അപ്പോൾ ഹോളോ സിലിണ്ടർ ആണെങ്കിൽ എന്നാ ഈ തീറ്റയും മുമ്പത്തെ പോലെ ക്യാൻസൽ ചെയ്യും. ഹോളോ സിലിണ്ടർ ആണെങ്കിൽ കപ്പിൾ പെർ ട്വിസ്റ്റ് അല്ല ടോർഷണൽ റിജിഡിറ്റി അല്ല ടോർഷണൽ കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് π eta theta by 2L into r2 raised to 4 minus r1 raised to 4. Equation number 12 അല്ലായിരുന്നോ? 30. ഓക്കെ, ഇതാണ് ഹോളോ സിലിണ്ടറിന്റെ കപ്പിൾ പെർ ട്വിസ്റ്റ് എന്ന് പറയുന്നത്. ഇത്രയും മനസ്സിലായോ? ഇതിനെ സി ഹോളോ എന്നിടാം. ഇത് സോളിഡ് ആയതുകൊണ്ട് സി സോളിഡ് എന്ന് ഇടാം. ഇത്രയും പറഞ്ഞതിനകത്ത് എന്തെങ്കിലും സംശയമുണ്ടോ? മനസ്സിലായി. എല്ലാവർക്കും മനസ്സിലായോ? മനസ്സിലായി. ഓക്കെ, ഇനി നമ്മളെ ഒന്ന് കമ്പയർ ചെയ്യാൻ പോവാണ്. എന്താണ് ഒരു ഹോളോ സിലിണ്ടറും സോളിഡ് സിലിണ്ടറും തമ്മിലുള്ള ഒരു വ്യത്യാസം, അതിന്റെ സി ഹോളോയും സി സോളിഡും തമ്മിലുള്ള ഒരു കമ്പാരിസൺ നടത്താൻ പോവാം. അതിനുവേണ്ടി നമ്മൾ 2 സിലിണ്ടർ കൺസിഡർ ചെയ്യുക, ഒരു സോളിഡ് സിലിണ്ടറും ഒരു ഹോളോ സിലിണ്ടറും ഹാവിങ് സെയിം ലെങ്ത്. ഓക്കെ, നമുക്ക് ഹെഡിങ് കൊടുക്കാം, കമ്പാരിസൺ ബിറ്റ്വീൻ സോളിഡ് സിലിണ്ടർ ആൻഡ് hollow cylinder. For that we are considering 2 cylinders of same material, rigidity modulus same ulla cylinder of same material having same mass, okay, same length, but having different radius. Radius value മാത്രം വ്യത്യാസമാണ് അല്ലേ? സോളിഡ് സിലിണ്ടറിന്റെ റേഡിയസ് 6 ആണെന്ന് എടുക്കുക. ഹോളോ സിലിണ്ടറിന്റെ റേഡിയസ് ഇന്നർ റേഡിയസ് R1ഉം ഔട്ടർ റേഡിയസ് R2 ആയിട്ട് കൺസിഡർ ചെയ്യാം. അപ്പൊ ഇതിന്റെ മാസ് സെയിം ആണ് അല്ലേ? മാസിന്റെ ഫോർമുല എന്താ? മാസ് സെയിം ആയതുകൊണ്ട് തന്നെ മാസിന്റെ ഫോർമുല എന്താ? മാസ് എന്ന് പറയുന്നത് നമുക്കറിയാം വോളിയം ഇൻറ്റു ഡെൻസിറ്റി ആണ്.
അല്ലെ? വോളിയം ഇൻറ്റു ഡെൻസിറ്റി. സെയിം മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ ഡെൻസിറ്റി വിൽ ബി സെയിം അല്ലെ? അതുകൊണ്ട് നമുക്ക് ഇതിനകത്തു നിന്ന് ഒരു ഫോർമുല ആദ്യം ഡിറൈവ് ചെയ്യണം. അപ്പൊ അതിനു വേണ്ടി വോളിയം ഓഫ് സോളിഡ് സിലിണ്ടർ ഓഫ് റേഡിയസ് ആർ നമുക്കറിയാം സോളിഡ് സിലിണ്ടറിന്റെ വോളിയം എന്ന് പറയുന്നത് ഏരിയ ഇൻറ്റു ഹൈറ്റ് ആണെന്നറിയാം. ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഇൻറ്റു ഹൈറ്റ്. ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ എന്ന് പറയുന്നത് സർക്കിളാണ്. അതിന്റെ റേഡിയസ് ആർ ആയതുകൊണ്ട് നമുക്ക് പൈ ആർ സ്ക്വയർ എന്ന് എഴുതാം. ഇൻറ്റു എച്ച് എന്നാ പറയുന്നത്. പക്ഷെ ഇവിടെ ഹൈറ്റ് നമ്മൾ എൽ ആയിട്ടാണ് എടുത്തേക്കുന്നത്. ഓക്കെ. അപ്പം വോളിയം, സോളിഡ് സിലിണ്ടറിന്റെ വോളിയം, ഇക്വേഷൻ നമ്പർ 13 കഴിഞ്ഞത് 14. ഓക്കെ. സോളിഡ് സിലിണ്ടറിന്റെ വോളിയം എന്ന് പറയുന്നത് പൈ ആർ സ്ക്വയർ എല്ലാം. ഇനി വോളിയം ഓഫ് ഹോളോ സിലിണ്ടർ, അതുപോലെ തന്നെയാണ് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഇൻറ്റു ഹൈറ്റ് ആണ്. ഇവിടെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ എന്ന് പറയുന്ന ഒരു ആനുലർ റീജിയൻ ആണ് അല്ലേ? ഈ ഒരു ഹോളോ സിലിണ്ടർ ആയതുകൊണ്ട് അതിനൊരു ഇന്നർ റേഡിയസും ഔട്ടർ റേഡിയസും ഉണ്ടെന്നാണ്. അതുകൊണ്ട് അതിന്റെ രണ്ട് ഔട്ടർ സർക്കിളിന്റെ ഏരിയ മൈനസ് ഇന്നർ സർക്കിളിന്റെ ഏരിയ ആണ് നമ്മൾ അതിന്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ആയിട്ട് പറയുന്നത്. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? പൈ R2 സ്ക്വയർ മൈനസ് R1 സ്ക്വയർ ഇൻറ്റു ഹൈറ്റ്. ഇവിടെ ഹൈറ്റ് അല്ലെങ്കിൽ ലെങ്ത് എല്ലായിട്ടാണ് എടുത്തേക്കുന്നത്. ഓക്കെ. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു ഇതിന്റെ രണ്ട് സിലിണ്ടറിന്റെ ലെങ്ത് സെയിം ആണ്, മാസ് സെയിം ആണ്. മാസ് സെയിം ആണെന്ന് പറഞ്ഞാൽ വോളിയം ഇൻറ്റു ഡെൻസിറ്റി സെയിം ആണെന്ന് അർത്ഥം. വോളിയം ഇൻറ്റു ഡെൻസിറ്റി സെയിം, മെറ്റീരിയൽ സെയിം ആണെന്ന് പറഞ്ഞാൽ ഡെൻസിറ്റി സെയിം ആണ്. അപ്പൊ ഇതിന്റെ രണ്ടിന്റെ വോളിയം സെയിം ആയിരിക്കണം അല്ലേ? ആദ്യത്തെ ഇക്വേഷനകത്തുനിന്ന് അല്ലേ? അപ്പൊ നമുക്ക് എഴുതാം പൈ ആർ സ്ക്വയർ എൽ ഇൻറ്റു റോ ഇസ് ഈക്വൽ ടു പൈ R2 square minus R square into L. Since the material are of same quantity into rho. Same length and same material. ഇവിടെ കോമൺ ആയിട്ടുള്ളത് എന്താ? ഡെൻസിറ്റി രണ്ടിനും സെയിം ആണ്, ക്യാൻസൽ ചെയ്ത് കളയാം. ലെങ്ത് രണ്ടിനും സെയിം ആണ്, നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാം. പൈ രണ്ട് വശത്തും ഉണ്ട്, അത് രണ്ട് ക്യാൻസൽ ചെയ്തു. അപ്പൊ നമുക്ക് ഒരു ആർ സ്ക്വയറിന് ഒരു എക്സ്പ്രഷൻ കിട്ടി. അപ്പൊ ഒരേ ലെങ്തും ഒരേ മാസും ഉള്ള മെറ്റീരിയൽ, ഒരേ ലെങ്തും ഉള്ള മെറ്റീരിയൽ ആണെങ്കിൽ ഒരു സോളിഡ് സിലിണ്ടറും ഒരു ഹോളോ സിലിണ്ടറിന്റെയും കൂടെ റേഡിയസിന്റെ റിലേഷൻ ആണ് ആർ സ്ക്വയർ എന്ന് പറയുന്നത് R2 സ്ക്വയർ മൈനസ് R1 സ്ക്വയർ എന്ന് പറയുന്നത്. ഓക്കെ. ആ ഇക്വേഷൻ നമുക്ക് ഇവിടെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ലെറ്റ് ഇറ്റ് ബി ഇക്വേഷൻ നമ്പർ 16. അങ്ങനെയാണെങ്കിൽ മുമ്പ് പറഞ്ഞ പോലെ ഹോളോ സിലിണ്ടറും സോളിഡ് സിലിണ്ടറും കപ്പിൾ പെർ ട്വിസ്റ്റ് കമ്പയർ ചെയ്യാം. സോ വി ആർ കൺസിഡറിങ് സി സോളിഡ് ബൈ സി ഹോളോ. സി സോളിഡും സി ഹോളോയും എന്താണെന്ന് ഞാൻ നേരത്തെ കാണിച്ചു തന്നിരുന്നു. ദാറ്റ് ഈസ് ഫ്രം ഇക്വേഷൻ നമ്പർ 13 ആൻഡ് ഇക്വേഷൻ നമ്പർ 11. ഓക്കെ. അപ്പോൾ ഇക്വേഷൻ നമ്പർ 11 നിന്ന് സി സോളിഡിനുള്ള എക്സ്പ്രഷൻ എഴുതാം. നമുക്ക് പൈ ഈറ്റ തീറ്റ ബൈ 2L ഇൻറ്റു R⁴ ആണ്. സി ഹോളോയുടെ വാല്യൂ എന്ന് പറയുന്നത് പൈ ഈറ്റ തീറ്റ ബൈ 2L ഇൻറ്റു R⁴ മൈനസ് R⁴. Okay, this is from equation 11 and 13. Okay. അപ്പോൾ ഇവിടെ കോമൺ ആയിട്ടുള്ള എല്ലാം നമുക്ക് വെട്ടിക്കളയാം. പൈ കളയാം, സെയിം മെറ്റീരിയൽ ആൻഡ് ഈറ്റ കളയാം. ഇവിടെ 2 ഉണ്ട്, L ഉണ്ട്, രണ്ടിടത്തും തീറ്റയും കളയാം. അപ്പോൾ നമുക്ക് അടുത്ത ഇക്വേഷൻ എന്ന് പറയുന്നത് സി സോളിഡ് ബൈ സി ഹോളോ എന്ന് പറയുന്നത്
r raised to 4 divided by r2 raised to 4 minus r1 raised to 4. ഓക്കെ, ഇതിനെ നമുക്ക് ഇങ്ങനെ എഴുതാം. r raised to 4 by r2 square raised to square minus r1 square raised to r1 സ്ക്വയറിന്റെ സ്ക്വയർ ആയിട്ട്. ഇപ്പൊ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയറിന്റെ ഫോമിലായി ഡിനോമിനേറ്റർ അല്ലേ. എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്ന് പറയുന്നത് നമുക്കറിയാം എ ഇൻറ്റു ബി ഇൻറ്റു എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി ആണെന്ന് അറിയാം അല്ലെ. എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ഇസ് ഈക്വൽ ടു എ പ്ലസ് ബി. അപ്പൊ ഇതിനെ r raised to 4 divided by r2 square plus r1 square into r2 square minus r1 square. Okay. This is equation number 14 alle 16 kind of 17. ഇനി നമുക്ക് ഇക്വേഷൻ നമ്പർ 16ൽ നിന്ന് എന്താ കിട്ടി? ആർ സ്ക്വയർ എന്ന് പറയുന്നത് എന്താ? r2 സ്ക്വയർ മൈനസ് r1 സ്ക്വയർ ആണ്. r2 സ്ക്വയർ മൈനസ് r1 സ്ക്വയർ അല്ലേ. അപ്പൊ അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ r raised to 4 by r സ്ക്വയർ ഇൻറ്റു r2 സ്ക്വയർ പ്ലസ് r1 സ്ക്വയർ. അപ്പം ഈ r raised to 4ഉം r സ്ക്വയറും കൂടെ നമുക്ക് ക്യാൻസൽ ചെയ്ത r സ്ക്വയർ ബൈ r2 സ്ക്വയർ പ്ലസ് r1 സ്ക്വയർ. So this is the value of C solid by C hollow. C solid by C hollow is equal to r square divided by r2 square plus r1 square. ഇതിനെയാണ് നമുക്ക് ഇക്വേഷൻ നമ്പർ 18 എന്ന് പറയാം. ഓക്കെ, ഈ ഇക്വേഷൻ നോക്കിയാൽ വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. r1 സ്ക്വയർ എന്ന് പറയുന്നത് വിൽ ബി r1 സ്ക്വയർ അല്ല, r സ്ക്വയർ എന്ന് പറയുന്നത് വിൽ ബി ലെസ്. മറ്റേ r2ന്റെ സ്ക്വയർ പ്ലസ് r1ന്റെ സ്ക്വയർ ആണ് അല്ലേ. അപ്പൊ അതിന്റെ വാല്യൂ വളരെ കൂടുതലായിരിക്കും കമ്പയറിംഗ് വിത്ത് r-ന്റെ സ്ക്വയർ. ഓക്കെ, അപ്പൊ നമുക്ക് എഴുതാം r സ്ക്വയർ വിൽ ബി ലെസ് കമ്പയറിംഗ് വിത്ത് r2 സ്ക്വയർ പ്ലസ് r1 സ്ക്വയർ. അല്ലെങ്കിൽ r സ്ക്വയർ ബൈ r2 സ്ക്വയർ പ്ലസ് r1 സ്ക്വയർ വിൽ ബി ലെസ് ദാൻ 1. ഇതിനെ ഡിവൈഡ് ചെയ്തു, അപ്പൊ ലെസ് ദാൻ 1 ആണെന്ന് നമുക്ക് എഴുതാം. അല്ലെങ്കിൽ C സോളിഡ് ബൈ C ഹോളോ എന്ന് പറയുന്നത് ഇസ് ലെസ് ദാൻ 1. അല്ലെങ്കിൽ C സോളിഡ് ഇസ് ലെസ് ദാൻ C ഹോളോ. C solid is less than C hollow. അല്ലെങ്കിൽ C hollow will be greater. അപ്പം couple required to twist a hollow cylinder is greater than a solid cylinder. couple എന്ന് പറഞ്ഞാൽ ടോർക്ക്. ഒരു ഹോളോ സിലിണ്ടറിനെ ട്വിസ്റ്റ് ചെയ്യാൻ വേണ്ടുന്ന കപ്പിൾ ആയിരിക്കും ഒരു സോളിഡ് സിലിണ്ടറിനെ ട്വിസ്റ്റ് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ നമുക്ക് കിട്ടുന്നു. നമുക്ക് അറിയാം ടോർക്ക് എന്ന് പറയുന്നത് C തീറ്റ ആണെന്ന ജനറൽ ഫോർമുല. അപ്പൊ സിയുടെ വാല്യൂ കൂടുതൽ ആർക്കാ കിട്ടുന്നേ? കൂടുതൽ വന്ന ഹോളോയ്ക്ക്. അപ്പൊ നമുക്ക് ഈ ടോർക്കായിട്ട് കൺവേർട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ എന്തുപയോഗിക്കണം? ഹോളോ സിലിണ്ടർ ഉപയോഗിക്കുന്നതാണ് നല്ലത്. ഈ ടോർക്ക് ഉപയോഗിക്കുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് റൊട്ടേറ്റിംഗ് ബോഡിയുടെ ഷാഫ്റ്റ് അല്ലെ, ഡൈനാമോ അങ്ങനെയുള്ള ജനറേറ്ററിന്റെ ഒക്കെ റൊട്ടേറ്റ് ചെയ്യുന്ന ബോഡിക്ക് ഉപയോഗിക്കുന്ന ഷാഫ്റ്റ്. ആ ഷാഫ്റ്റ് ചെയ്യുന്നത് ടോർക്കായിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ പാർട്ടിന്റെ ഒക്കെ ഷാഫ്റ്റ്, എഞ്ചിനിന്റെ ഒക്കെ ഷാഫ്റ്റില് നമ്മള് എന്താ സോളിഡ് സിലിണ്ടറിനെക്കാളും പ്രിഫർ ചെയ്യുന്നത് ഏതായിരിക്കും? ഹോളോ സിലിണ്ടർ ആണ്. അതിന് കാരണം എന്താണ്? C ഹോളോ ഈസ് ഗ്രേറ്റർ കമ്പയറിംഗ് വിത്ത് C solid. So therefore the couple required for twist in hollow cylinder is greater than solid cylinder.
സോ ഇറ്റ് ക്യാൻ ട്രാൻസ്മിറ്റ് ലാർജർ ടോർക്ക്. അതാണ് നമുക്ക് വേണ്ടത്. ഇറ്റ് ക്യാൻ ട്രാൻസ്ഫർ ലാർജർ ടോർക്ക് ഫോർ ദ സെയിം ആംഗിൾ ഓഫ് ട്വിസ്റ്റ്. ഒരേ ആംഗിൾ ഓഫ് ട്വിസ്റ്റ്. Torque is equal to C solid into theta. Torque is equal to C hollow into theta. ഈ സെയിം തീറ്റ വാല്യൂവിന് ടോർക്ക് കൂടുതൽ കിട്ടുന്നത് ഏതിനാ? ഹോളോ സിലിണ്ടർ ഉപയോഗിക്കുമ്പോഴാണ്. അപ്പം ടോർക്ക് ട്രാൻസ്മിറ്റ് ചെയ്യാൻ, ലാർജർ ടോർക്ക് ട്രാൻസ്മിറ്റ് ചെയ്യാൻ നമ്മൾ ഹോളോ സിലിണ്ടർ ഉപയോഗിക്കുന്നതാണ് നല്ലത്. അതുകൊണ്ടാണ് എഞ്ചിനകത്തെ ഷാഫ്റ്റുകളിൽ നമ്മൾ ഹോളോ സിലിണ്ടർ ഉപയോഗിക്കാനുള്ള, ഇത് നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇത്രയും പറഞ്ഞത് മനസ്സിലായോ എല്ലാവർക്കും? ഹലോ, മനസ്സിലായി മിസ്. ഏതെങ്കിലും ഡൗട്ട് ഏതെങ്കിലും സ്റ്റെപ്പിൽ ഉണ്ടെങ്കിൽ ചോദിക്കാം. ഏതെങ്കിലും സ്റ്റെപ്പിനകത്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. രേവതി? ഇല്ല മിസ്, ഡൗട്ട് ഇല്ല. ക്ലിയർ ആണോ? ആ, ക്ലിയറാ. അപ്പൊ നമുക്ക് അടുത്തത് റിജിഡിറ്റി മോഡുലസ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്ന് നോക്കാം. റിജിഡിറ്റി മോഡുലസ് കണ്ടുപിടിക്കാൻ ഞാൻ നേരത്തെ പറഞ്ഞു, രണ്ട് രീതിയിലുള്ള മെത്തേഡാണ് നമ്മൾ ലാബിൽ ഉപയോഗിക്കുന്നത്. ഒന്ന് ടോർഷൻ പെൻഡുലം വെച്ച് കണ്ടുപിടിക്കാം. ടോർഷൻ പെൻഡുലത്തിനകത്ത് ആംഗുലർ ഓസിലേഷൻ അല്ലെ, ടോർഷണൽ ഓസിലേഷൻ വെച്ചിട്ടാണ് നമ്മൾ റിജിഡിറ്റി മോഡുലസ് കണ്ടുപിടിക്കുന്നത്. സ്റ്റാറ്റിക് ടോർഷനിൽ അങ്ങനെയല്ല. ഒരു എൻഡ് ഫിക്സ് ചെയ്തിട്ട് മറ്റൊരു എൻഡിൽ ഒരു പ്രത്യേക ടോർക്ക് കൊടുത്ത് അത് സ്റ്റേഷനറി ആയിട്ട് വെച്ചിട്ട് അത് എത്ര ട്വിസ്റ്റ് ചെയ്തു എന്ന് കണ്ടുപിടിച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ രണ്ട് മെത്തേഡായിട്ട് നമുക്കിതിനെ കാണാം. സ്റ്റാറ്റിക് മെത്തേഡും ഡൈനാമിക് മെത്തേഡും. സ്റ്റാറ്റിക് മെത്തേഡ് ആൻഡ് ഡൈനാമിക് മെത്തേഡ്, രണ്ട് മെത്തേഡിലാണ് നമ്മൾ ഇതിനെ പറയുന്നത്. സ്റ്റാറ്റിക് മെത്തേഡ് ആൻഡ് ഡൈനാമിക് മെത്തേഡ്. സ്റ്റാറ്റിക് മെത്തേഡ് എന്ന് പറഞ്ഞാൽ സ്റ്റാറ്റിക് ടോർഷന്റെ മെത്തേഡ്. ഡൈനാമിക് മെത്തേഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ടോർഷണൽ പെൻഡുലത്തിന്റെ മെത്തേഡ്. അതിന് രണ്ടും ഉപയോഗിക്കുന്ന ഇത് ഈ നമ്മൾ ഇപ്പം പറഞ്ഞ ഫോർമുലകളാണ് ഉപയോഗിക്കുന്നത്. ഒരു മിനിറ്റ്.